ആലപ്പുഴ നൂറനാട് വാഹനങ്ങൾ പോലീസ് നശിപ്പിച്ച ശേഷം യുവാവിനെതിരെ കേസെടുത്തതായി പരാതി. നൂറനാട് സ്വദേശി സാലുവിനും 10ഓളം സുഹൃത്തുക്കൾക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തത്. വാഹനങ്ങൾ പോലീസ് നശിപ്പിച്ചതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. അതേസമയം മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്ന് സാലു പറഞ്ഞു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഇത്തരത്തിൽ വാഹനങ്ങൾ നശിപ്പിച്ചതിന് ശേഷമാണ് യുവാക്കൾക്കും സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തത്. എന്നാൽ ലോക്ക് ചെയ്ത വാഹനങ്ങൾ തള്ളി മാറ്റി വയ്ക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വിശദീകരണം. രോഹിണി, ഈ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് നൂറനാട് കരിമുളയ്ക്കൽ തുരുത്തിയിൽ ക്ഷേത്ര പരിസരത്താണ് ഈ തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ക്ഷേത്ര പരിസരത്ത് പോലീസ് പറയുന്നതനുസരിച്ച് ക്ഷേത്ര പരിസരത്ത് 2 ടീമുകൾ തമ്മിൽ വാക്കുതർക്കവും അടിപിടിയും ഉണ്ടായി. അവിടെ പ്രശ്നം പരിഹരിക്കാൻ ചെന്ന് അങ്ങനെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവരിൽ ഭൂരിഭാഗം പേരും ഓടി രക്ഷപ്പെട്ടു. ബാക്കി ഉണ്ടായിരുന്ന ആളുകളെ അവിടെ ഒരു സംഘർഷം ഉണ്ടാവാതിരിക്കാനാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്നാൽ ഈ സാലു എന്ന ആൾ പറയുന്നത് അനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം പോലീസ് തന്നെ അടിച്ചു തകർത്തതിന് ശേഷം നൂറനാട് സ്വദേശിയായ സാലുവിനും സാലുവിന്റെ 10ഓളം സുഹൃത്തുക്കൾക്കുമെതിരെ നൂറനാട് പോലീസ് കേസെടുത്തു എന്നാണ്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളിലടക്കം പോലീസ് തള്ളി മറിച്ചിടുന്ന ദൃശ്യങ്ങളുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്നാണ് സാലു പറഞ്ഞിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ തള്ളി മറിച്ചിടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഹാൻഡിൽ ലോക്കായ ബൈക്കുകൾ എടുത്തു മാറ്റുക മാത്രമായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.